ഹേ ഗൈസ്, ഫൈനലി ഞങ്ങൾ ഗായത്രീനെയും ധൈര്യം പകർന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പേടിക്കൊന്നുമില്ല. നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾക്ക് അവർ കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതേപോലെ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേയായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡീപ്പിലേക്ക് കൊണ്ടുപോകുള്ളൂ. ആദ്യമേ നമ്മളോട് ചോദിക്കും ഡീപ്പിൽ പോകണോ അതോ നോർമൽ ലെവലിൽ പോയാൽ മതിയോ എന്ന്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ലെവലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മീനിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ കോറൽസും കുറച്ചധികം ഫിഷസിനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരാൾ ഡീപ്പിൽ പോയിട്ട് വരാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും. അതുകൊണ്ട് അവിടെ ഇരുന്ന് ബോറടിക്കാതെ എല്ലാവരും വെള്ളത്തിൽ തന്നെ ആയിരുന്നു. നീ അവിടെ എന്താണത് കരയിലോ നമ്മൾ അവർക്കൊരു ശല്യം, ഒരു വെള്ളത്തിലെങ്കിലും സ്നേഹിക്കട്ടെ അല്ലേ. നമ്മൾ അവരുടെ പ്രൈവസി കളഞ്ഞ് കയറി ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മളൊന്നും കണ്ടില്ലേ, പോയേക്കാം. അങ്ങനെ വാട്ടർ ആക്ടിവിറ്റി ഡേ ഒക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം നമ്മൾ പോയത് ഏതോ ഒരു ഫോർട്ടിലേക്കായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. ഞങ്ങൾ നിന്നെടുത്തുനിന്ന് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്നു, സ്റ്റെപ്പ് കയറി ഓടിയൊക്കെ വേണം നമ്മൾ അവിടെ കയറാൻ വേണ്ടിയിട്ട്. മെയിൻ പോണൊക്കെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു സാഹസത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇതേപോലെ താങ്ങി പിടിച്ചോണ്ട് പോകേണ്ടി വരും. താഴെ നോക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും, പക്ഷെ കയറി കഴിഞ്ഞാൽ നട്ടപ്പൊരു വെയിൽ മാത്രമേ കാണാൻ പറ്റൂ. ആ കുന്നിന്റെ ഉച്ചയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കോൾവ ബീച്ചിന്റെ വ്യൂ ആണ്. കുറച്ചേരം ഞങ്ങൾ അവിടെ നിന്ന് വെയിലൊക്കെ കണ്ടു, ബീച്ചിന്റെ വ്യൂ ഒക്കെ കണ്ടു. ഇനി ഇത്രയേ ഉള്ളൂ, ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.